നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള കറണ്ടിനെ കുറിച്ചാണ്. എ സി ജനറേറ്ററിൽ നിന്ന് വരുന്ന കറണ്ടും ഡി സി ജനറേറ്ററിൽ നിന്ന് വരുന്ന കറണ്ടും. There are two types of current available. നിങ്ങൾ കടയിൽ പോയിട്ട് ഒരു ബാറ്ററി വാങ്ങിച്ചാൽ ഓക്കെ, ഈ ബാറ്ററിയിൽ നിന്നുള്ള കറണ്ട് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സൂചിപ്പിക്കാറുണ്ട് അല്ലേ, ചെറിയ സൂചിപ്പിക്കാറുണ്ട്. ബാറ്ററി എന്നുള്ള കറണ്ടിന്റെ ഒരു ഗ്രാഫ് സാറ് വരയ്ക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ലുക്സ് ലൈക്ക് ദിസ്. ഒരു ഗ്യാപ്പ് ഇവിടെ ഒന്നുമില്ല, എന്താ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരു ഗ്യാപ്പ്. ബാറ്ററി ഇതുള്ള കറണ്ടിന് മാത്രം പ്രത്യേക ഗ്രാഫ് ഉണ്ട്, അതിങ്ങനെയാണ്, സ്ട്രെയിറ്റ് ആണ്. ഇത് ബാറ്ററി. ഓക്കെ, ഒരു ബാറ്ററി എന്നുള്ള ഗ്രാഫ് ഇങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ്, അനക്കൂല, വൈദ്യുതി. ഇതെന്ന് പറഞ്ഞ ഡി സി ജനറേറ്ററിൽ നിന്നുള്ള ഗ്രാഫാണ്. ഇതെന്താണ്? ഡി സി ജനറേറ്റർ. ഇതെന്താണ്? ബാറ്ററി. ഇത് രണ്ടിനും ഒരു പ്രത്യേകതയുണ്ട്. രണ്ടിനും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഡയറക്ഷനിലാണ്. എന്ത് ഡയറക്ഷനിലാണ്? ഒരു ഡയറക്ഷനിലാണ്. മനസ്സിലായോ? നമ്മള് കഴിഞ്ഞ എക്സ്പെരിമെന്റിൽ കണ്ടു സോളിനോയിഡ്, ഓർമ്മയുണ്ടോ? ഈ സോളിനോയിഡിന്റെ അകത്തേക്ക് നമ്മൾ കാന്തം നോർത്ത് പോൾ ഇങ്ങോട്ട് കയറ്റി കഴിഞ്ഞപ്പോ ഗാൽവനോമീറ്ററുള്ള സൂചി റൈറ്റ് സൈഡിലേക്ക് നീങ്ങി, ഒരു ഡയറക്ഷനിലേക്ക്. മനസ്സിലായോ? തിരിച്ച് പുറത്തേക്ക് എടുത്തപ്പോ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി, അപ്പൊ വേറെ ഡയറക്ഷൻ ആയില്ലേ? രണ്ട് ഡയറക്ഷൻ വന്നില്ലേ? അതിന്റെ ഗ്രാഫ് ഇങ്ങനെ വരക്കാം. ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നീങ്ങി, കറണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് നീങ്ങി, കറണ്ട് ഓപ്പോസിറ്റ്. കണ്ടോ? ആദ്യം റൈറ്റ് സൈഡിലേക്ക്, പിന്നെ എന്താണ്? ലെഫ്റ്റ് സൈഡിലേക്ക്, പിന്നെ റൈറ്റ് സൈഡിലേക്ക്, പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക്. കണ്ടോ? ഇങ്ങനെ പോകുന്ന കറണ്ട് എ സി, ആൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറയും. ഇതാണ് ആൾട്ടർനേറ്റീവ് കറണ്ട്. ഇങ്ങനെ പോകുന്ന കറണ്ട് നമ്മൾ എന്ത് വിളിക്കും? ഡി സി, ഡയറക്റ്റ് കറണ്ട് എന്ന് വിളിക്കും. അപ്പൊ ഓൾട്ടർനേറ്റീവ് കറണ്ടിന്റെ ഗ്രാഫും ഡയറക്റ്റ് കറണ്ട് ഗ്രാഫും തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇവിടെ ഒരു പോർഷൻ മിസ്സിംഗ് ആണ്, കേട്ടോ. അതായത് താഴെയുള്ള പോർഷൻസ് ഇല്ല. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് എ സി അല്ല, പിന്നെന്താ? ഡി സി, ഡയറക്റ്റ് കറണ്ട്. ഒരു ഡയറക്ഷൻ, റൈറ്റിലേക്ക് മാത്രം, അല്ലെങ്കിലോ ലെഫ്റ്റിലേക്ക് മാത്രം. എന്നാൽ ആദ്യം റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, പിന്നെ റൈറ്റ്, പിന്നെ ലെഫ്റ്റ്, അങ്ങനെ പോയി കഴിഞ്ഞാൽ അതെന്ത് കറണ്ടാണ്? ആൾട്ടർനേറ്റ് കറണ്ട്, എ സി. രണ്ട് തരത്തിലുള്ള കറണ്ട് പോസിബിൾ ആണ്. ഒന്ന് ബാറ്ററിയിൽ നിന്ന് കിട്ടുന്ന കറണ്ട് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം. കിട്ടിയോ? അപ്പോ സാർ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടു ടൈപ്സ് ഓഫ് കറണ്ട് ആണ്. അത് രണ്ടും ഉണ്ടാക്കുന്നത് രണ്ട് ജനറേറ്ററിൽ നിന്നാണ്, ഡി സി ജനറേറ്ററും എ സി ജനറേറ്ററും. അപ്പൊ നമുക്ക് നിലവിൽ അറിയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു സോളിനോഡിനകത്തേക്ക് ഒരു കാന്തം നമ്മൾ കൊണ്ടുവന്ന് കയറ്റി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ഗാൽവനോമീറ്റർ സൂചി റൈറ്റ് സൈഡിലേക്ക് നീങ്ങും. ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോ ഞാൻ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റും തോറും ഫ്ലക്സ് ഇങ്ങനെ, ഇതിന് ചുറ്റും ഫ്ലക്സ് ഉണ്ട്. ഞാൻ ഇതിന്റെ അകത്തേക്ക് ഇങ്ങനെ കയറ്റും തോറും ഈ ഫ്ലക്സ് ഇങ്ങനെ കട്ടായി പോകുന്നില്ലേ? ഈ കാന്തം മുഴുവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും പരമാവധി ഫ്ലക്സ് കട്ടാവില്ലേ? അപ്പോ സാറ് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവുകയാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ ഇവിടെ സീറോ ഉണ്ടോ? സീറോ പുറത്തുനിന്ന് നിർത്തിയേക്കാണ്. അപ്പൊ സീറോ ഞാൻ പതുക്കെ ഇങ്ങനെ കയറ്റണേ. അപ്പൊ ഈ ആദ്യത്തെ 2-3 ഇല്ലേ, അതിവിടെ കട്ടായി, രണ്ട് വളയത്തിൽ മാത്രം കട്ടായി. ഓക്കെ, അപ്പൊ പതുക്കെ ഇതാണ് നമ്മുടെ ഇ എം എഫ്. ഓക്കെ, ഇ എം എഫ് പതുക്കെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്, കണ്ടോ? അങ്ങനെ ഞാൻ ഇത് മുഴുവൻ കാന്തകത്തോട്ട് ഇങ്ങനെ കയറ്റി കഴിയുമ്പോ പരമാവധി ഫ്ലക്സ് കട്ടാവും. മനസ്സിലായ? പരമാവധി ഫ്ലക്സ് എന്ത് ചെയ്യും? കട്ടാവും. മാക്സിമം കട്ടായിട്ട് എന്താണ്? കറണ്ട് വരും. മാക്സിമം ഇ എം എഫ്. കിട്ടിയോ? അങ്ങനെ മാക്സിമം ഇ എം എഫ് എന്ന് പറയുമ്പോൾ ഇത്രയാണ് പരമാവധി. ക്ലിയർ? എന്നിട്ട് ഞാൻ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞപ്പോ ഇ എം എഫ് കുറഞ്ഞു പോയില്ലേ? കറണ്ട് കുറഞ്ഞു പോയില്ലേ? അപ്പൊ ഞാനിങ്ങനെ സ്പീഡ് ഇങ്ങനെ കൂട്ടി, അപ്പൊ അത് കട്ടാതെ കഴിഞ്ഞു. നിർത്തി കഴിയുമ്പോഴത്തേക്കും എന്താണ്? ഇ എം എഫ് കുറഞ്ഞു സീറോയിലാവും. വീണ്ടും കുറഞ്ഞെന്താവും? സീറോയിലാവും.
മനസ്സിലായോ? ഇപ്പൊ ഒട്ടൂല അകത്തിരിക്കുകയാണ്. മനസ്സിലായോ? ഇനി ഞാൻ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഇതുപോലെ കട്ടായി വരും. അങ്ങനെ പരമാവധി കട്ടാവും. മനസ്സിലായോ? മാക്സിമം ക്ലിയർ ആണോ? ഇനി ഞാൻ പുറത്തേക്കാണ് എടുത്തു കഴിയുമ്പോഴത്തേക്കോ അത് എന്തിലെത്തും? സീറോയിലെത്തും. ശരിയല്ലേ? അപ്പൊ ആദ്യം എങ്ങോട്ട് പോയി? റൈറ്റ് സൈഡിലേക്ക് പോയപ്പോ പിന്നെ എങ്ങോട്ട് വന്നു? ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. അപ്പോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കണ്ടോ ഗ്രാഫില്? പരമാവധി പോയി സീറോ. മനസ്സിലായോ? പരമാവധി പ്രസന്റ് സീറോ. പുറത്ത് നിന്നപ്പോ സീറോ, അകത്തേക്ക് എത്തി കഴിയുമ്പോ പരമാവധി എത്തി. പിന്നെ അകത്ത് നിശ്ചലമായപ്പോ എന്താണ്? സീറോ. കിട്ടിയോ? പുറത്തേക്ക് എടുത്തപ്പോ എന്താണ്? പരമാവധിയായി. പുറത്ത് നിശ്ചലമായിരിക്കുമ്പോ എന്താണ്? സീറോ. അപ്പൊ ഒന്ന് കയറ്റി ഒന്നിങ്ങനെ അകത്തോട്ട് അതിൻ്റെ ഉള്ളോട്ട് ഈ പറയുന്ന കാന്തം കയറ്റിയിട്ട് ഒന്ന് പുറത്തേക്ക് ഇറക്കിയത് ഒരു ആക്ടിവിറ്റിയാണ്, ഒരു മോഷനാണ്, ഒരു ഊഞ്ഞാലാട്ടം പോലെ. ഒന്ന് മുന്നോട്ട് പോയി, എന്താണ്? ഒന്ന് പിന്നോട്ട് വന്നു, ഒരു റൊട്ടേഷൻ. മനസ്സിലായോ? കിട്ടിയോ? അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സൈക്കിളിന്റെ ടയർ ഇങ്ങനെ ഇരിക്കുക. ഇതിനെ രണ്ടാക്കി എന്താക്കി? എന്നിട്ട് ഈ കഷ്ണങ്ങൾ ചേർത്ത് വെച്ചു. ഇങ്ങനെ ഇരിക്കൂലേ? ഇല്ലേ? ഇതിനെന്ത് വിളിക്കാം നമുക്ക്? ഒരു സൈക്കിൾ ടയർ വിളിച്ചൂടെ? ഒരു സൈക്കിൾ. എന്താണത്? ഒരു സൈക്കിൾ. അപ്പൊ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗവും താഴ്ന്നു നിൽക്കുന്ന ഒരു ഭാഗവും ചേർന്നതാണ് ഒരു വൺ സൈക്കിൾ. അതാ ഇത് ഉണ്ടാവുന്നത് ഒന്ന് നമ്മൾ അങ്ങോട്ട് എന്താണ് ഈ പറയുന്ന കാന്തം കയറ്റുമ്പോഴും ഒന്ന് പുറത്തേക്ക് എടുക്കുമ്പോഴാണ്. ഇതാണ് ഒരു സൈക്കിൾ. എന്താണത്? ഒരു സൈക്കിൾ. അപ്പൊ എ സിയുടെ ഒരു സൈക്കിൾ എങ്ങനെ വരയ്ക്കും? ആൾട്ടർനേറ്റീവ് കറണ്ട് അതായത് എ സിയുടെ ഒരു സൈക്കിൾ എങ്ങനെ വരയ്ക്കും? ഒരു എ സി എത്രയായി? 2. എത്രയായി? 3. അപ്പൊ 3 എ സി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി 3. എന്താ ഫ്രീക്വൻസി? എന്താണ്? 3. ആവൃത്തി എന്താണ്? 3. അപ്പൊ ആവൃത്തി എന്ന് പറഞ്ഞാൽ എത്രയാണ്? എത്ര സൈക്കിൾ ആണോ അതാണ് ആവൃത്തി. മനസ്സിലായോ? അതിന്റെ യൂണിറ്റ് ഹെഡ്സ് ആണ്. എന്താണ്? ഹെഡ്സ്. അപ്പൊ ഞാൻ പറയാണ് നമ്മുടെ വീട്ടിൽ 50 ഹെഡ്സ് ആണ് എ സി. നമ്മുടെ വീട്ടിലെ കറണ്ട് 50 ഹെഡ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സൈക്കിൾ ഉണ്ടാവും? 50. എത്ര സെക്കൻഡിൽ? 1 സെക്കൻഡ്. 1 സെക്കൻഡ് ഇങ്ങനെ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും 50 പോയിട്ടുണ്ടാവും. നിങ്ങള് ഇതൊരു പോയിന്റ് ആണ്. ഈ പോയിന്റിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് കണ്ണടച്ച് ഇങ്ങനെ തുറക്കുമ്പോഴത്തേക്കും 50 സൈക്കിൾ പോയി. കറണ്ട് പോകുമ്പോ അത് എ സി ആണ്. എ സിയിൽ എത്ര സൈക്കിൾ ഉണ്ടെന്ന് പറയുന്നത് സാറ്? 50 സൈക്കിൾ ഉണ്ടെന്ന് പറയണ. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ പൊന്തി നിൽക്കുന്ന ഒരു ഭാഗവും താഴ്ന്നു നിൽക്കുന്ന ഒരു ഭാഗവും. പൊന്തി നിൽക്കുന്ന ഭാഗത്തിന് നമുക്ക് ക്രസ്റ്റ് എന്നും താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തിനെ ട്രഫ് എന്നും പറയാം. ശൃംഗവും ഗർത്തവും. ഒരു വേവ് പഠിച്ചാൽ വേവ് മോഷനിൽ. അപ്പോ ഈ ഒരു സൈക്കിള് 50 കടന്നു പോയാൽ നമ്മൾ എന്ത് പറയും? 50 ഹെഡ്സ് എന്ന് പറയും. എന്താ പറയും? 50 ഹെഡ്സ് എന്ന് പറയും. അപ്പൊ ഈ സൈക്കിൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് പരമാവധി ഇ എം എഫ് കിട്ടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പരമാവധി ആയിരി കണ്ടോ? ഇതാണ് ആയിരി എന്ന് പറയുന്നത്. അതുപോലെ ഇ എം എഫ് പരമാവധി കിട്ടുന്ന മറ്റൊരു സിറ്റുവേഷൻ ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് കണ്ടോ? അപ്പൊ രണ്ട് സിറ്റുവേഷനില് പരമാവധി കിട്ടുന്നുണ്ട്. 3 സിറ്റുവേഷനില് 0 വരുന്നുണ്ട്. എന്താ? ആദ്യം എപ്പോഴാണ്? പുറത്തിരുന്നപ്പോ, അകത്ത് നിശ്ചലമായിരുന്നപ്പോ, പുറത്ത് നിശ്ചലമായിരുന്നപ്പോ. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഒരു എ സി എടുത്തു കഴിഞ്ഞാൽ എപ്പോൾ മാത്രമാണ് പരമാവധി വൈദ്യുതി ഉള്ളൂ? എത്ര സിറ്റുവേഷനിൽ മാത്രമാണോ? 1, 2. കണ്ടോ? ബാക്കിയുള്ള 3 സിറ്റുവേഷനിലും വൈദ്യുതി എന്താണ്? 0 ആണ്. കിട്ടിയോ? അപ്പൊ ഈ ഇടയ്ക്കൊക്കെ കൂടി വരുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു 0, പിന്നെ കൂടി വരുന്നു, പിന്നെ കുറഞ്ഞു വരുന്നു 0. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോ ഇതിന് എടുത്ത ടൈം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണ്. The time required to complete one cycle. ഈ ഒരു സൈക്കിൾ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്ത സമയം എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി ആണെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ എന്തോ ഒരു സമയം എടുക്കും? ഇത്രയും ഭാഗം മാത്രം, ഇതിന്റെ പകുതി. അപ്പോ ഇവിടുന്ന് ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്യാൻ ക്യാപിറ്റൽ ടി എടുക്കുമ്പോ പകുതി കംപ്ലീറ്റ് ചെയ്യാൻ അതിന്റെ T/2. എന്താണ്? T/2. കിട്ടിയോ പറഞ്ഞത്? അതിന് ഇവിടെ 0 ആണ് ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇവിടെ എത്തിയപ്പോ എന്താണ്? ക്യാപിറ്റൽ ടി.
ക്ലിയർ ആണോ? ഇവിടുന്ന് ഇവിടം വരെ സഞ്ചരിച്ചെടുത്ത സമയം ക്യാപിറ്റൽ ടി. അപ്പൊ പകുതി എടുക്കാനെടുത്ത സമയം t/2. അപ്പൊ അതിന്റെ പകുതിയല്ലേ ഇത് അല്ലേ? അവിടെയോ t/4. ഇതിന്റെയും പകുതി. ഇവിടുന്ന് ഇവിടം വരെ ഉള്ളതിന്റെ പകുതി. നിങ്ങൾ ഈ പകുതി കണ്ടുപിടിച്ചു. ഇവിടുന്ന് ഇവിടം വരെ ഉള്ള ക്യാപിറ്റൽ ടിയുടെ പകുതിയല്ലേ t/2. അപ്പോ ഇതിന്റെ കറക്റ്റ് സെന്റർ എങ്ങനെ വരും? t/2ന്റെ പകുതി. t/2/2 t/4 കിട്ടിയോ? അതെങ്ങനെ കണ്ടുപിടിക്കണേ? 0 plus t/2 that is t/2 ചെയ്തിട്ട് അതിന്റെ പകുതി t/2 into 1/2 t/4 കിട്ടിയോ? ഇനി ഇതിനും ഇതിന്റെ ഇടയിലുള്ള പകുതിയാണ് ഇത്, ശരിയല്ലേ? അത് കാണാൻ എന്ത് ചെയ്യണം? ഇതേ പ്ലസ് ഇത് ചെയ്തിട്ട് അതിന്റെ പകുതി കിട്ടും. അപ്പൊ എന്താണ് t/2 plus t. അപ്പൊ ഇവിടുത്തെ ഒരു 1 ഇടാതെ ഗുണിക്കുക t plus 2t/t/2. ഇത് 1 into t 2 into t 2t 1 into 2 is equal to t plus t 3t 3t/2 3t/2. ഇതെല്ലാം കൂടി കൂട്ടിയത് സാർ എന്നിട്ട് പകുതി എടുക്കണം. ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ താഴെ വണ്ണോട് ഗുണിക്കുക 3t/2 into 1/2 that is 3t/2. മനസ്സിലായോ? സോ ടോട്ടൽ ടൈം t ആയിട്ട് എടുത്താൽ പകുതി ടൈം എന്താണ്? t/2. മറ്റേത് കാൽ ഭാഗം t/4. ഇത് മുക്കാൽ ഭാഗം 3t/4. കിട്ടിയോ? ആദ്യം നമ്മുടെ മാഗ്നറ്റ് പുറത്തിരിക്കുന്നു, 0 വോൾട്ടേജ്, 0 EMF. പിന്നെ മാഗ്നറ്റ് എല്ലാം കണ്ടിട്ട് പരമാവധി എത്തി. പിന്നെ അകത്ത് കൊണ്ടെന്ന് വെച്ച് നമ്മ 0. പിന്നെ പരമാവധി ഓപ്പോസിറ്റ് ആണ്, പുറത്തേക്ക് ഇറക്കിയ നമ്മ കണ്ടോ? അപ്പൊ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഡിഫ്ലക്ട് ചെയ്തു, പരമാവധി എത്തി, നമ്മൾ പുറത്തു കൊണ്ടെന്ന് വെച്ചു 0. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇറക്കി. കണ്ടോ? ഇതെന്താണ്? ഒരു സൈക്കിൾ. അപ്പൊ ഉണ്ടായ വൈദ്യുതിയുടെ പ്രത്യേകത ദിശ മാറിയ വൈദ്യുതി. ആദ്യം റൈറ്റ് സൈഡിലേക്ക് പോയി, പിന്നെന്താണ്? ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. പിന്നെ നമ്മൾ അതിന്റെ പിന്നെ റൈറ്റ് പോകും, പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ്. കണ്ടോ? ദിസ് ഈസ് AC, ഓൾട്ടർനേറ്റീവ്. ഓൾട്ടർനേറ്റീവ് അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ഒന്നിടവിട്ട്. നമ്മൾ കസേര ഇട്ടേക്കുന്ന ഒരു സ്ഥലത്ത് മഞ്ഞ പച്ച മഞ്ഞ പച്ച മഞ്ഞ പച്ച. അപ്പൊ മഞ്ഞ എപ്പോഴും എങ്ങനെയാണ്? ഒന്നിടവിട്ട് ഒന്നിടവിട്ടാ വരുന്നത്. കണ്ടോ? പറഞ്ഞ മനസ്സിലായോ? അതാണ് ആൾട്ടർനേറ്റ് എന്ന് പറയുന്നത്. ആൾട്ടർനേറ്റ് കറന്റ് AC. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനെ നമ്മുടെ എക്സ്പെരിമെന്റുമായിട്ട് കണക്ട് ചെയ്തത്. ഓക്കെ, ബട്ട് നമ്മളിത് മറ്റൊരു രീതിയിലാണ് ഇനി പറയാൻ പോകുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെന്റിന്റെ ബേസിസിൽ അതെങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പൊ there are two types of current. There are two types, രണ്ട് തരത്തിലുള്ള കറന്റ് ആണ് ഉള്ളത്. One is AC and second one is DC. AC means alternate current. DC means direct current. AC യുടെ ഗ്രാഫ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ EMF പരമാവധി EMF ഉണ്ടാവും. ഇവിടെ ഇതിനെ നമുക്ക് t/4, ഇതിനെ നമുക്ക് t/2, ഇതിനെ നമുക്ക് 3t/4, ഇവിടെ നമുക്ക് t, ഇവിടെ നമുക്ക് 0. ഇത് പരമാവധി EMF, മാക്സിമം EMF. ഇവിടെ പരമാവധി EMF, മാക്സിമം എന്താ? ഡയറക്റ്റ് കറണ്ടിൽ വരുമ്പോ ഇവിടുത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ചാടുന്നു, ഇതില്ല, വീണ്ടും ചാടുന്നു. കണ്ടോ? അപ്പൊ ഒരു സൈക്കിളില് കണ്ടോ സെക്കൻഡ് പോർഷൻ ഇല്ല. അപ്പൊ നമ്മൾ അകത്തേക്ക് മാത്രം കയറ്റുന്ന സിറ്റുവേഷൻ, പുറത്തേക്ക് ഇറക്കുന്നില്ല. അകത്തേക്ക് നിങ്ങൾ കയറ്റി, പിന്നെ കുറച്ചുകൂടി കയറ്റി, പിന്നെ കുറച്ചുകൂടി കയറ്റി. അപ്പൊ അങ്ങനെ പോകും തോറും എന്താണ്? കറണ്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഒരു വലിയ സോളിനോട് ഈ അറ്റം മുതൽ അറ്റം വരെ റോഡ് കയറ്റി കറണ്ട് ഉണ്ടായി, കയറ്റി നിർത്തി, കയറ്റി നിർത്തി, കയറ്റി പുറത്തോട്ട് കൊണ്ടുവരില്ല എന്ന്. അപ്പൊ കയറ്റിയപ്പോ കറണ്ട് നിർത്തിയപ്പോ പോയി.
പിന്നെ കുറച്ച് നേരത്തേക്ക് ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ പിന്നെ കിട്ടിയോ? അപ്പൊ ആ കറണ്ട് അടാ മനസ്സിലായോ? കിട്ടിയോ? അതാണ് ഇത് ഡയറക്റ്റ് കറണ്ട്. അപ്പൊ റൈറ്റ് സൈഡിലേക്ക് മാത്രം കറണ്ട് കിട്ടും, റൈറ്റ് സൈഡിലേക്ക് മാത്രം കറണ്ട് കിട്ടും. കണ്ടോ? ഇനി ഇത് ബാറ്ററിയിലാണെങ്കിൽ ബാറ്ററി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ബാറ്ററി എന്നുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമ്മൾ വരയ്ക്കുക, ഇതുപോലെ അല്ല വരയ്ക്കണം. അപ്പോ ഡയറക്റ്റ് കറന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രണ്ട് ഗ്രാഫുകൾ പഠിക്കണം. ഒന്നിത് രണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടാ. എന്തില്ല ഈ എ സിയിലെ പോലെ ഓപ്പോസിറ്റ് പോർഷൻ ഇതിനകത്ത് ഇല്ല. കണ്ടോ? ഇത് വരയ്ക്കാൻ പാടില്ല. കേട്ടോ? യെസ്. ഇനി എങ്ങനെയാണ് സാർ ഓൾട്ടർനേറ്റീവ് കറണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്? ഇതാണ് നമ്മുടെ വീട്ടുകളിൽ ഉപയോഗിക്കുന്നത്. ഹൗസ്, നമ്മുടെ ഹോമിൽ ഉപയോഗിക്കുന്നത് എന്ത് കറണ്ടാണ്? ഓൾട്ടർനേറ്റീവ് കറണ്ടാണ്. സാർ ഡി സി കറണ്ടിന്റെ ഉപയോഗം എപ്പോഴാണ്? ഇപ്പൊ നമ്മള് മുക്കിന്റെ ഒരു മാല നമ്മൾ സ്വർണ്ണ പൂശുന്നു, അല്ലെങ്കിൽ ഒരു സ്പൂണുമേ നമ്മൾ എന്തെങ്കിലും വെള്ളി പൂശുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, സപ്പോസ് വെള്ളിയാണ് പൂശുന്നത്, നമ്മളൊരു പാത്രം എടുക്കുന്നു, അതിനകത്ത് സിൽവർ നൈട്രേറ്റിന്റെ ലൈൻ എടുക്കുന്നു, അതിനകത്ത് നമ്മൾ എന്താണ് സിൽവറിന്റെ ഒരു കഷ്ണം എടുക്കുന്നു, നമ്മൾ ഒരു സ്പൂൺ എടുക്കുന്നു. ക്ലിയർ? എന്നിട്ട് നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് കണക്ട് ചെയ്യും. ക്ലിയർ? അപ്പോ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്, അപ്പൊ ഇവിടെ ഇലക്ട്രോൺസ് വരും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് സിൽവറുകൾ വന്നിട്ട് ഇതുമ ഒന്ന് മൂടുന്നു, അങ്ങനെ ഇതുമ സിൽവർ ഉണ്ടാവും. ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, അപ്പൊ സാർ പറഞ്ഞുതരാം. അപ്പൊ ഇവിടെ വന്ന് മൂടിക്കഴിയുമ്പോ സിൽവർ മൂടി, നമുക്ക് സന്തോഷമായി. കറണ്ട് ദിശ മാറുന്നതാണെന്ന് വിചാരിക്കും. സപ്പോസ് ഇവിടെ എ സി ആണ് ഉപയോഗിക്കണമെന്ന് വിചാരിക്കും. ബാറ്ററിയുടെ കേസാണ് ഇപ്പൊ ആദ്യം പറഞ്ഞത്. എ സി ആണ് ഉപയോഗിക്കണമെങ്കിൽ ആദ്യം ഇത് പോസിറ്റീവ് ആവും. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് സിൽവർ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അടുത്ത സെക്കൻഡിൽ നെഗറ്റീവ് ആവും. അപ്പൊ സിൽവർ തിരിച്ചു വരും. അപ്പൊ എന്ത് നടക്കൂല? ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കൂല. ഇവിടെ നിന്നും ഒരു ലോഹം മറ്റേ ലോഹം പൂശാമെന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ ഉപയോഗിച്ചത് എ സി കറണ്ട് ആണ്. എ സി കറണ്ട് പ്രത്യേകത പോസിറ്റീവ് ആയി കഴിയുമ്പോൾ ഇത് അങ്ങോട്ട് പോവേണേ. അപ്പൊ തന്നെ നെഗറ്റീവ് ആയപ്പോ തിരിച്ചു വന്നു. വീണ്ടും പോസിറ്റീവ് ആകുമ്പോൾ അങ്ങോട്ട് പോകും, നെഗറ്റീവ് ആകുമ്പോൾ തിരിച്ചു വരും, മൂടുന്നില്ല. മനസ്സിലായോ? നേരെ മറിച്ച് നമ്മൾ ഡി സി കറണ്ട് ആണ് ഉപയോഗിക്കണമെങ്കിലോ ഏത് സമയം ഇവിടെ പോസിറ്റീവ്, ഏത് സമയം അവിടെ നെഗറ്റീവ്. അപ്പൊ അവിടെ ചെന്ന് മൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോപ്ലേറ്റിംഗ് പോലുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് എന്താണ് അത്യാവശ്യം? ഡി സി ആണ് ആവശ്യം. പക്ഷെ നമ്മുടെ വീട്ടിൽ കാണുന്ന ഫാന്, ടി വി, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എല്ലാ സാധനങ്ങളും ബൾബും വരയ്ക്കുന്നത് എന്തിലാണ്? എ സിയിലാണ്. അപ്പൊ നമുക്ക് വ്യാവസായികമായിട്ട് എന്താണ് നിർമ്മിക്കേണ്ടത്? എ സി ആണ് നിർമ്മിക്കേണ്ടത്. അതുകൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്ന സ്ഥലത്തെ ജനറേറ്റർ എന്ത് ജനറേറ്ററാണ്? എ സി ജനറേറ്ററാണ്. ആ എ സി ജനറേറ്ററിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയാൽ നമുക്ക് അതിനെ എന്താക്കി മാറ്റാം? ഡി സി ജനറേറ്റർ ആക്കി മാറ്റാം. അപ്പൊ എന്താണ് എ സി ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം? ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഫ്ലെമിങ്സിന്റെ റൈറ്റ് ആംഗിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ഫ്ലെമിങ്സ് റൈറ്റ് ആംഗിൾ. ഫ്ലെമിങ്സിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം ഇപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഒരു സൗത്ത് പോള്, പിന്നെന്താണ് ഒരു നോർത്ത് പോൾ. രണ്ട് കാന്തം, ഏതൊരു കാന്തത്തിന്റെ സൗത്ത് പോളും ഒരു കാന്തത്തിന്റെ നോർത്ത് പോൾ. എപ്പോഴും നോർത്ത് പോളിൽ നിന്നാണ് സൗത്ത് പോളിലേക്ക് മാഗ്നറ്റിന്റെ ഡയറക്ഷൻ വരാറ്. അത് സൂചിപ്പിക്കുന്ന നമ്മുടെ വലത് കൈയിലെ വിരൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാണ്, കണ്ടോ? സോ ഇത് മാഗ്നറ്റിന്റെ ഡയറക്ഷൻ. ഫോർ ഫിംഗർ എന്താണ്? മാഗ്നറ്റിന്റെ ഡയറക്ഷൻ. ഓക്കെ, ഫോർ ഫിംഗർ ക്ലിയർ. ഇവിടെ നമ്മൾ ഒരു ചാലകം, ഒരു കമ്പി ഇങ്ങനെ വെച്ചേക്കാണ്, കമ്പി. ക്ലിയർ? അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു എപ്പോൾ മാത്രമാണ് കറണ്ട് ഉണ്ടാവുക? കമ്പി ഈ പറയുന്ന മാഗ്നറ്റിക് ലൈൻസിനെ, മാഗ്നറ്റിക് ഫീൽഡിനെ കട്ടാകണം. ഇപ്പൊ നിങ്ങളൊരു കത്തി വെച്ചിട്ട് മുറിക്കുന്ന പോലെ, കണ്ടോ? അപ്പൊ മുകളിലേക്കും താഴേക്കും ചലിക്കുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന ഫ്ലക്സ് എന്താണെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഫ്ലക്സ് എന്തായി പോവുള്ളൂ? കട്ടായി പോവുള്ളൂ. അപ്പോൾ മാത്രമാണ് ഇതിനകത്ത്, ഈ കമ്പിയുടെ അകത്ത് എന്തുണ്ടാവുള്ളൂ? EMF ഉണ്ടാവുള്ളൂ. സപ്പോസ് ഇതൊരു സോളിനോടാണെന്ന് വിചാരിച്ചു നോക്കിയേ, ചുരുട്ടിയ കമ്പിയാണെന്ന് വിചാരിക്കും, ഇതിങ്ങനെ കാണിക്കുമ്പോൾ കട്ടാവൂലേ? ഇല്ലേ? അപ്പൊ നമുക്കിവിടെ ഒരു കമ്പിയാണ് എടുത്തേക്കണം, സാധാരണ ഒരു വയറാണ് എടുത്തേക്കണം. ആ വയർ മുകളിലേക്ക് താഴേക്ക് കാണിക്കുമ്പോൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ടായി പോകും.
കട്ടായി പോകുമ്പോൾ ഇതിനകത്ത് എന്തുണ്ടാവും? ഒരു EMF ഉണ്ടാവും. നമ്മൾ നേരത്തെ ചെയ്ത എക്സ്പെരിമെന്റ് പോലെ. ഓർമ്മയുണ്ടോ ഇതിന് മുന്നേ ചെയ്ത എക്സ്പെരിമെന്റ്? അതിനകത്ത് എന്താണ്, നമ്മൾ മാഗ്നറ്റ് അകത്തേക്ക് കയറ്റുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിനെ കട്ടായി പോവുകയാണ്. അപ്പോ ആ കോയിലിനകത്ത് ഒരു EMF ഉണ്ടാവുകയും വൈദ്യുതി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ ഇതിനകത്തും ഉണ്ടാവും. അപ്പൊ ഇത് എന്ത് ചെയ്യണം? മുകളിലേക്ക് താഴേക്കും ചലിക്കണം. അപ്പോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ മുകളിലേക്ക് ചലിക്കുന്നത് എന്തിന്റെയാണ്? കണ്ടക്ടറിന്റെ ഡയറക്ഷൻ. എന്തിന്റെ ഡയറക്ഷൻ? കണ്ടക്ടർ. ഇതെങ്ങാണ്? മാഗ്നറ്റ്. ഓക്കെ. അപ്പൊ ഇതിനകത്തൊരു വൈദ്യുതി ഉണ്ടാവുമല്ലോ. ആ വൈദ്യുതിയുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? വൈദ്യുതി ഡയറക്ഷൻ ആണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിട്ടുണ്ട്, ഗാൽവനോമീറ്റർ കാണിച്ചിട്ടുണ്ട് അല്ലെ? വൈദ്യുതി ഡയറക്ഷൻ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു Z ആക്സിസ് വരയ്ക്കണം. ദിസ് ഈസ് കറന്റ്. അതായത് ഇത് ഈ ഫിംഗർ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നു. ഇതിന്റെ മുകളിലേക്ക് താഴേക്കാണ്. ഈ ഫിംഗർ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? ചാലകത്തിന്റെ ചലനദിശ റെപ്രസെന്റ് ചെയ്യുന്നു. ഇത് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? കറന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതായത് ഈ ബോർഡിൽ സാറ് ഈ വര ഇതിനെ ഒട്ടിച്ചു, ഈ വര ഒട്ടിച്ചു, ഈ വര ഞാൻ ഈ വര ഒട്ടിച്ചു. ഇങ്ങനെയായി അല്ലേ? കണ്ടോ? നിങ്ങളുടെ നേരെ ഒരു ലൈൻ വന്നേക്കാം കേട്ടോ. നിങ്ങളുടെ നേരെ വന്നേക്കണ വര കണ്ടോ? അതാണ് എന്ത്? കറന്റ്. മറ്റു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് അതെ, ഇതെന്തിന്റെ ഡയറക്ഷൻ? മാഗ്നറ്റിക് ഡയറക്ഷൻ. ഇതെന്തിന്റെ ഡയറക്ഷൻ? ചാലകത്തിന്റെ മൂവ്മെന്റ് ഡയറക്ഷൻ. ക്ലിയർ? ഓക്കെ. ഇതെന്തിന്റെ ഡയറക്ഷൻ? കറന്റിന്റെ ഡയറക്ഷൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂവ്മെന്റ് ഓഫ് ചാലകം, കറന്റ്. പറഞ്ഞ മനസ്സിലായോ? ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഒന്ന് കാന്തത്തിന്റെ ഡയറക്ഷൻ, ഒന്ന് ചാലകത്തിന്റെ ചലിക്കുന്ന കമ്പിയുടെ ഡയറക്ഷൻ, ഒന്ന് വൈദ്യുതി. ഇത് മൂന്ന് പേരും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ചതുരം വരയ്ക്കാൻ പറ്റും, ഒരു തറ പോലെ. കണ്ടോ? ഇവിടെ നമുക്കൊരു ചതുരം വരയ്ക്കാൻ പറ്റും, ഇവിടെ നമുക്കൊരു ചതുരം വരയ്ക്കാൻ പറ്റും. അപ്പൊ ഒരു മുറി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ മുറിയുടെ ഒരു മതില് തറ. കണ്ടോ? ആ മുറിയുടെ മൂല പോലെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ മുറി കണ്ടോ? ഈ മുറിക്ക് ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇങ്ങനെ ഒരു സാധനമുണ്ട്, തറയുടെ ഒരു ഭാഗമുണ്ട്. അപ്പൊ ആ മുകളിലേക്കുള്ളത് എന്താ? ചാലകത്തിന്റെ ചലിക്കുന്ന ദിശ. ഇങ്ങോട്ടുള്ളത് എന്താ? കാന്തത്തിന്റെ ദിശ, കാന്തികമണ്ഡലത്തിന്റെ. ഇങ്ങോട്ടുള്ളതോ? വൈദ്യുതിയുടെ. അല്ല, അതാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. പരസ്പരം 90 ഡിഗ്രിയിലാണ് ഇവരെല്ലാവരും എന്നാണ് ആര് പറഞ്ഞത്? ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ നിയമപ്രകാരം എന്താണ് അവിടെ പറയുന്നത്? സ്ട്രെച്ച് ദ ഫോർ ഫിംഗർ സ്ട്രെച്ച് ചെയ്യുക, മിഡിൽ ഫിംഗർ ആൻഡ് തംബ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ എ മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. ഇപ്പൊ കാണിച്ച ഡയറക്ഷൻ ആണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ. കണ്ടോ? പരസ്പരം 90 ഡിഗ്രിയിൽ സ്ട്രെച്ച് ചെയ്യുക. If the forefinger represent the direction of magnetic field, forefinger magnetic field direction represent ചെയ്യുന്നതെങ്കിൽ and the thumb represent the direction of motion of the conductor, conductorന്റെ മോഷന്റെ ഡയറക്ഷൻ ആണ് thumb represent ചെയ്യുന്നതെങ്കിൽ എന്താണ്? Then the middle finger represent the direction of the induced current. Middle finger എന്തിനെ represent ചെയ്യുന്നു? Induced currentന്റെ ഡയറക്ഷനെ represent. This is known as Fleming's right hand rule. മനസ്സിലായോ? അപ്പോ റൈറ്റ് ഹാൻഡ് റൂൾ നമുക്ക് മോട്ടോർ പ്രിൻസിപ്പിൾ പഠിപ്പിക്കുമ്പോൾ അത്യാവശ്യമായിട്ട് വരും. ഓക്കെ, യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. AC ജനറേറ്ററിന്റെ ഭാഗങ്ങളുമാണ്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.